യുക്തിവാദം പ്രഥമദൃഷ്ട്യാ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ആകർഷകമായി പലപ്പോഴും നമുക്ക് തോന്നാമെങ്കിലും അവർ ആത്യന്തികമായി വളരെ അടിസ്ഥാനപരമായ അനേകം തെറ്റുകൾ വരുത്തുന്നതായി നമുക്ക് കാണാം. അതിന് കാരണം അവർ ആശ്രയിച്ചു നിൽക്കുന്ന അവരുടെ അടിസ്ഥാനങ്ങൾ വളരെ ബലഹീനവും തെറ്റുമാണ് എന്നുള്ളതാണ്. ഈ കാര്യം അവരുടെ ആ ആശയങ്ങളെ അല്പമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മനുഷ്യബുദ്ധിയാണ് സത്യമേത് എന്ന് തീരുമാനിക്കാനുള്ള ഏക മാനദണ്ഡം എന്ന ചിന്താരീതിയാണ് യുക്തിവാദം. മനുഷ്യബുദ്ധി എന്ന ഏക മാനദണ്ഡത്തിൻ്റെ പ്രയോഗത്തിൽ കൂടി മാത്രമേ സത്യത്തെ പ്രാപിക്കുവാൻ കഴിയൂ എന്ന ഒരു തെറ്റായ വിശ്വാസമാണിത്. തങ്ങളുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മാത്രമാണ് സത്യമെന്ന് ഇക്കൂട്ടർ വിശ്വസിക്കുന്നു. സത്യത്തിൽ അത് ഒരു അന്ധവിശ്വാസമാണ്. മനുഷ്യ ബുദ്ധിക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവികതയെ പൂർണ്ണമായി അവഗണിക്കുന്ന യുക്തിവാദത്തിലേക്ക് മനുഷ്യൻ അധപ്പതിക്കുകയാണ്. ഭൗതിക മനസ്സിന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ തെറ്റാണെന്ന് യുക്തിവാദം വിധിയെഴുതുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ മനുഷ്യബുദ്ധിക്ക് ദൈവത്തിൻ്റെ സ്ഥാനം നൽകുകയും അങ്ങനെ യുക്തിവാദം ഒരുതരം വിഗ്രഹാരാധനയായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ തന്നെ ബുദ്ധിയാണ്, മനുഷ്യൻ്റെ ബുദ്ധിയെയാണ് വാസ്തവത്തിൽ യുക്തിവാദികൾ ഒരു വിഗ്രഹമാക്കി തീർക്കുന്നത്. ആ മനുഷ്യൻ്റെ യുക്തിക്ക് അല്ലെങ്കിൽ ബുദ്ധിക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായിട്ട് അവർ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം. യുക്തിവാദത്തിന് വാസ്തവത്തിൽ യുക്തിപരമായ അടിസ്ഥാനങ്ങളൊന്നുമില്ല. യുക്തിവാദത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ യുക്തിപരമായി തെളിയിക്കുവാൻ യുക്തിവാദികൾക്ക് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ ബുദ്ധിയുള്ളവരുടെ എല്ലാ വിശ്വാസങ്ങളും ശരിയായിരിക്കണമെന്നില്ല. മാത്രമല്ല, തങ്ങളുടെ ബുദ്ധി കൊണ്ട് തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതൊക്കെ അസത്യമാണ് എന്ന ചിന്തയും തെറ്റാണ്. എന്നാൽ നമുക്ക് ചിന്തിക്കാവുന്നതെല്ലാം യാഥാർത്ഥ്യമാകണമെന്നുമില്ല. ഉദാഹരണമായി ഒരു സ്വർണ്ണമല, നമുക്കൊരു സ്വർണ്ണമലയെപ്പറ്റി ഭാവന കാണാൻ പറ്റും. പക്ഷേ അങ്ങനെയൊന്ന് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ 100 തലയുള്ള 1000 തലയുള്ള ഒരു മനുഷ്യൻ നമുക്ക് ഭാവനയിൽ കാണാം, ചിന്തിക്കാം. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമായിരിക്കണമെന്നില്ല. നേരെ മറിച്ച് എല്ലാ യാഥാർത്ഥ്യങ്ങളെയും മനുഷ്യന് ചിന്തിക്കാൻ കഴിയണമെന്നുമില്ല. ഉദാഹരണമായി ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും മനുഷ്യന് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനുഷ്യബുദ്ധിയുടെ പരിമിതികൾ വ്യക്തമാകുന്നു. അപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തുന്ന ഇത്തരം മനുഷ്യകേന്ദ്രീകൃതമായ ഒരു മതത്തിൻ്റെ, യുക്തിവാദ മതത്തിൻ്റെ അല്ലെങ്കിൽ നിരീശ്വര മതത്തിൻ്റെ പരിജ്ഞാന ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ ഒരിക്കലും കഴിയില്ല. കാരണം മനുഷ്യൻ ചിന്തിക്കുന്നത് ശരിയാകണമെന്നില്ല. ദൈവത്തിൻ്റെ ചിന്തകളേക്കാൾ മനുഷ്യൻ്റെ ചിന്തകളെ നാം ഉയർത്തരുത്. കാരണം ദൈവത്തിൻ്റെ ചിന്തകൾ മനുഷ്യൻ്റെ ചിന്തകളേക്കാൾ ഉന്നതമാണ്. ദൈവം പറഞ്ഞത് തൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകൾ പോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ ദൈവത്തിൻ്റെ വഴികളും ചിന്തകളും മനുഷ്യൻ്റെ വഴികളെക്കാളും ചിന്തകളെക്കാളും ഉയർന്നതാണ് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ഇപ്രകാരം മനുഷ്യൻ തൻ്റെ ബുദ്ധിയെ ശരിയായ മാനദണ്ഡമായി കരുതി ആശ്രയിക്കാൻ പാടില്ല എന്നാണ് ദൈവത്തിൻ്റെ തത്വം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ യുക്തിവാദത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ അതിൻ്റെ സത്ത വാസ്തവത്തിൽ സത്യത്തെ ശക്തമായി എതിർക്കുന്നു. മതമൗലികവാദികളായിരുന്ന ഫരിസേയർ ഈ യുക്തിവാദത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടിരുന്നതിനാൽ യേശുവിൻ്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നതിന് പകരം അവർ യേശുവിനെ കൊന്നുകളയുകയാണ് ചെയ്തത്. അവർ യേശുവിനെ, സത്യമായിരുന്ന യേശുവിനെ കൊന്നുകളഞ്ഞു. അതുപോലെ തന്നെ യുക്തിവാദികളും
സത്യത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അക്കാരണത്താലാണ് പലപ്പോഴും യുക്തിവാദികൾ ശക്തിയോടെ ബൈബിൾ സത്യങ്ങളെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. യുക്തിയും തെളിവും നമുക്ക് ആവശ്യമാണ്. പക്ഷേ അവയിലുള്ള അതിര് കവിഞ്ഞ ആശ്രയമാണ് അവയെ തെറ്റായിട്ട് മാറ്റുന്നത്. സത്യത്തിൻ്റെ ഏക അടിസ്ഥാനം തെളിവുകളും വസ്തുതകളുമാണ് എന്ന തെറ്റായിട്ടുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. ഉദാഹരണമായി, ഞങ്ങൾ കണ്ട് വിശ്വസിക്കേണ്ടതിന് ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് യഹൂദന്മാർ കുരിശിൽ കിടന്ന യേശുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ രാജാവ് യേശുവാണ് എന്ന് തെളിയിക്കണം. അപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് തെളിയിക്കണം. കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് തെളിയിച്ചില്ലെങ്കിൽ യഹൂദന്മാരുടെ രാജാവല്ല എന്നുള്ള രീതിയിലുള്ള അവരുടെ ഊഹം അത് സമ്മതിച്ചു കൊടുക്കുവാൻ യേശു തയ്യാറായില്ല. മറിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വരികയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ആവശ്യപ്രകാരമുള്ള തെളിവുകൾ ലഭിച്ചില്ല എന്ന് വിചാരിച്ച് ആ കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് നിരൂപിക്കുന്നതിലാണ് തെറ്റ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ തോമസ്, ഉയർത്തെഴുന്നേറ്റ യേശു തൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ കാണിച്ചില്ല എങ്കിൽ, അവയിൽ വിരൽ ഇട്ടില്ല എങ്കിൽ, അവൻ്റെ പാർശ്വത്തിൽ കൈവച്ചില്ല എങ്കിൽ അവനെ വിശ്വസിക്കുകയില്ല എന്നുള്ള തെളിവുകൾക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹം സെയിൻറ്റ് തോമസ് പ്രകടിപ്പിച്ചു. എന്നാൽ ചില കാര്യങ്ങളിൽ യേശു ആ ഒരു ആവശ്യം നിറവേറ്റി കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു. യഹൂദർ കുരിശിൽ നിന്ന് ഇറങ്ങി വരുവാൻ പറഞ്ഞപ്പോൾ യേശു ഇറങ്ങി വന്നില്ല. കാരണം മരിക്കുക എന്നുള്ളത്, മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി മരണം വരിക്കുക എന്നുള്ളത് യേശുവിൻ്റെ പദ്ധതിയിൽപ്പെടുന്ന കാര്യമായിരുന്നു. എന്നാൽ തോമസ് അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ യേശു അതിന് വഴങ്ങിക്കൊടുത്തതായിട്ട് കാണുന്നു. അപ്പോൾ ന്യായമായ ചില ആവശ്യങ്ങളും തെളിവുകളും ദൈവം നൽകുന്നുണ്ട്. എന്നാൽ യേശു തോമസിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: അത്തരം തെളിവുകളൊന്നുമില്ലാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് യേശു തോമസിനെ തിരുത്തുന്നതായിട്ട് നാം കാണുന്നുണ്ട്. തെളിവുകൾക്ക് വേണ്ടിയുള്ള തോമസിൻ്റെ ആഗ്രഹം അതിനെ തിരുത്തുന്നതായി നാം കാണുന്നു. തെളിവില്ലാതെ എല്ലാം വിശ്വസിക്കണമെന്നുള്ളതല്ല. നമുക്ക് ആവശ്യത്തിനുള്ള തെളിവുകൾ ദൈവം ഈ പ്രപഞ്ചത്തിലും ദൈവവചനമായ ബൈബിളിലും തരുന്നുണ്ട്. അതിനെ ബുദ്ധിപൂർവം മനസ്സിലാക്കുക, സത്യസന്ധമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ യേശു തോമസിനോട് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ, തെളിവ് ലഭിക്കാത്ത കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന ചിന്താഗതി ശരിയല്ല എന്നുള്ളതാണ് യേശു അവിടെ തെളിയിച്ചത്. അപ്പോൾ തെളിവുകൾ സത്യത്തിൻ്റെ ഒരു വശം മാത്രമാണ്. സത്യം വസ്തുതകളെക്കാളും വലുതാണ്. തെളിവുകൾ നമുക്ക് നൽകുന്നത് ചില വസ്തുതകളാണ്. ആ വസ്തുതകൾക്കും അപ്പുറത്താണ് സത്യം. അത് നമ്മൾ തന്നെ ഗ്രഹിക്കേണ്ടതാണ്. വസ്തുതകളുടെ അർത്ഥവും വ്യാഖ്യാനവും വ്യക്തികൾക്ക് സത്യത്തോടുള്ള കാഴ്ചപ്പാടുകൾക്കനുസൃതമായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തെളിവുകളെ സത്യത്തിൻ്റെ ഏക അടിസ്ഥാനമായി കണക്കാക്കുന്ന ഇത്തരം യുക്തിവാദ ചിന്താഗതി തെറ്റാണ്. അത് അവരെ ശരിയായ സത്യത്തിലേക്ക് നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.